Hi students, welcome to AV Vlogs. Today we are discussing about the chapter for Agriculture in India. Please like, subscribe and follow our channel AV Vlogs. Thank you. Friends, hope you all are doing good. And today we are discussing about agricultures in India. You know that several kinds of agriculture are there in India. We already know that the food grains that we eat uh, that are coming from the fields, you know that there are different kinds of field we have. The plants grow in the fields that produce food grains. Fruits and vegetables are known as crops. You know that different kinds of crops like rice, wheat, and other type of grains, oats, etc. The practice of farming and the cultivation of land to grow crops is called agriculture. Apart from farming, agriculture includes other activities such as dairy farming, livestock rearing, fishing, and horticulture. Next is importance of agriculture. Agriculture is important as it produces food for people and animals. നമുക്കറിയാം അഗ്രികൾച്ചർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അഗ്രികൾച്ചർ വഴിയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത്. വ്യത്യസ്ത ക്രോപ്പുകൾ ഫീൽഡിലെ നമ്മൾ കൃഷി ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അനുസൃതമായ ഫുഡ് നമുക്ക് കിട്ടുന്നത്. ലൈക്ക് റൈസ്, വീറ്റ്, അങ്ങനെയൊക്കെ. Dairy farming and rearing of livestock provides milk, food, fibers such as wool and silk. ഈ ഡയറി ഫാമിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെ? മിൽക്ക്, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ ഫുഡ്, എല്ലാ ടൈപ്പ് വെജിറ്റബിൾസ്, പിന്നെ വൂളും സിൽക്കൊക്കെ നമുക്ക് ഡ്രസ്സ് മേക്ക് ചെയ്യാനായിട്ട് വളരെയധികം ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ വൂൾ ആൻഡ് സിൽക്ക് എന്നൊക്കെ പറയുന്നത്. Many industries such as the canned food industry, textile industry and leather industry depend on agriculture for raw materials. കുറേ ഇൻഡസ്ട്രീസ്, അതായത് ലൈക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതേപോലെ ലെതർ ഇൻഡസ്ട്രി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ അഗ്രികൾച്ചറിനെ തന്നെയാണ്. കാരണം ലെതർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലെതർ നമുക്ക് ആദ്യം അഗ്രികൾച്ചർ ചെയ്തിട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ലെതർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട്. ലെതർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂസ്, ചെരുപ്പ്, അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതുപോലെ ബാഗ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ലെതർ ഐറ്റംസും, അതേപോലെ ടിൻഡ് ഫുഡ്, ടിന്നിൽ നമുക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഫാമിംഗ് ഈസ് എ മേജർ ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു ഭൂരിഭാഗം ആളുകൾക്കും കൃഷി തന്നെയാണ് അവരുടെ മേജർ ഒക്കുപ്പേഷനായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് പോയി നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ വളരെയധികം കൂടുതലാണ് കൃഷി ഐറ്റംസൊക്കെ. The favorable climate, fertile soil and irrigation facilities in our country help farmers to grow many crops in a year. കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയില്, അതുപോലെ അതിനനുസൃതമായിട്ടുള്ള ക്ലൈമറ്റ്. അപ്പം നമുക്ക് ക്ലൈമറ്റിലെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ കൃഷിനാശത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ്. കൃഷി പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് ക്ലൈമറ്റ്, വെതർ, അതുപോലെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, ഇതൊക്കെ കൃഷിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വർഷം ഒരു മൺസൂൺ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമുക്ക് ഒരുപാട് കൃഷി നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള
ഒരു കാര്യമാണ് മൺസൂൺ തെറ്റിൽ, അതായത് കറക്റ്റായിട്ട് മഴ ലഭിക്കാത്തത്. ഇതൊക്കെ നെക്സ്റ്റ് ഈസ് crops in India. The crops grown to feed people are called food crops. ചില ടൈപ്പ് ക്രോപ്സ് അത് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റൈസ്, വീറ്റ്, മില്ലറ്റ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൾസസ്, ഇതൊക്കെ ഫുഡ് ക്രോപ്സിന് എക്സാമ്പിളാണ്. The crops grown as raw materials for industries and sold for money are called cash crops. ഈ ഫുഡ് ക്രോപ്സ് പോലെ തന്നെ ചില ക്രോപ്സുകൾ നമ്മൾ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കും. അപ്പാർട്ട് ഫ്രം ഫുഡ് ക്രോപ്സ്, അത് ഇൻഡസ്ട്രീസിന്, കാരണം അത് വെച്ചിട്ട് മണി ഉണ്ടാക്കാൻ വേണ്ടി, മേ ബി അത് വിറ്റിട്ട് ഒരു സോൾഡ് ചെയ്തിട്ട് നമുക്ക് മണി കിട്ടുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതിനെ എക്സാമ്പിളായിട്ട് പറയുന്നത് കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്, ടീ, കോഫി, സ്പൈസസ്, ഇതൊക്കെയാണ് ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾ. ഓക്കെ, ഏതൊക്കെ? കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, oil seed, tea, coffee, spices and coconut are examples of cash crops. Food crops of India. Rice is one of the staple food crops of India. ഇന്ത്യയിലുള്ള ഒരു മെയിൻ ഫുഡ് ക്രോപ്പാണ് റൈസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് അരി ഭക്ഷണം, ലൈക്ക് ചോറ്, ഇത് ഉണ്ടാക്കുന്ന റൈസ് പാഡിയിൽ നിന്നാണ്. അതുകൊണ്ട് റൈസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫുഡ് ക്രോപ്പ് ഓഫ് ഇന്ത്യ. റൈസ് റിക്വയർസ് എ ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ടു ഗ്രോ. അതായത് ഈ റൈസിൻ്റെ ഈ പ്ലാന്റ് വളരണമെങ്കിൽ കുറച്ച് ചൂടും അതേപോലെ കുറച്ച് വെറ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ മാത്രം, അതായത് മഴ ലഭിക്കുന്ന ഒരു ക്ലൈമറ്റിൽ മാത്രമാണ് ഇത് വളരുള്ളൂ. ആൾസോ നോൺ ആസ് പാഡി. റൈസ് ഈസ് സോൺ ഡ്യൂറിങ് ദ മൺസൂൺ സീസൺ. ഈ റൈസിന് നമ്മൾ പാഡി എന്ന് കൂടി പറയും. ഇത് നമ്മൾ എപ്പോഴും സോ ചെയ്യുന്നത് മൺസൂൺ സീസണിലാണ് ഇത് നമ്മൾ സോ ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാൾ, ആസാം, ജാർഖണ്ഡ്, ബീഹാർ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ആൻഡ് കേരള ആർ ദ റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഈ പറയുന്ന സ്റ്റേറ്റുകളാണ് കൂടുതൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. നമുക്കറിയാം, കേരളത്തിലൊക്കെ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഭക്ഷണം റൈസ് തന്നെയാണ്. മെനി ന്യൂട്രിയൻസ്, കുറേയധികം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ആഹാരം തന്നെയാണ് റൈസ്. സോ റൈസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ക്രോപ്പാണ്. Next food crop of India is wheat. Wheat is another important food crop of India. റൈസ് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് പ്ലേസിൽ കൊടുക്കാവുന്ന ഒരു ഫുഡ് ക്രോപ്പാണ് വീറ്റ്. ഇറ്റ് ഗ്രോസ് ഇൻ എ കൂൾ ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ്. അതിന് നല്ല കൂളായിട്ടുള്ള ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് വേണം. നമ്മളങ്ങനെ ചൂടുള്ള സ്ഥലത്തൊന്നും വീറ്റ് അധികം വളരില്ല. സോ അതിനൊരു കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റ് വേണം. This winter crop is a staple food of people of northern India. മെയിനായിട്ട് ഇത് നോർത്തേൺ ഇന്ത്യയിലാണ് ഈ വീറ്റ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ വീറ്റ് കൾട്ടിവേഷൻ വളരെ കുറവാണ്. കൂടുതലും ഇത് കണ്ടുവരുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, മധ്യപ്രദേശ് ആർ ദ മേജർ വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. ഈ പറയുന്ന സ്റ്റേറ്റുകളിലേക്കാണ്, അതായത് മെയിനായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് ഇതിൽ കൂടുതൽ കൾട്ടിവേറ്റ് ആയിട്ട് നമ്മൾ ഈ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുവരുന്നത്. This is millets. Millets were the first crops to be cultivated by early settlers. അതായത് മില്ലറ്റ്സ് ആണ് നമ്മൾ ആദ്യം കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയ ക്രോപ്സ് എന്നാണ് പറയപ്പെടുന്നത്. ബിഫോർ റൈസ് ആൻഡ് വീറ്റ്, മില്ലറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ
ഫാർമേഴ്സ് ആദ്യം കൾട്ടിവേറ്റ് ചെയ്തത് മില്ലറ്റ്സ് ആണ്. They include all coarse food grains such as jowar, bajra and ragi. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് മില്ലറ്റ്സിലുള്ളത്. അതിൻ്റെ പേര് ജോവർ, ബജ്ര ആൻഡ് റാഗിയൊക്കെ. റാഗിയൊക്കെ ഇപ്പോഴും നമ്മൾ കേരളത്തിലും കിട്ടി തുടങ്ങിയ ഒരു ഫുഡ് ക്രോപ്പാണ് റാഗിയൊക്കെ. പക്ഷെ നമ്മളിവിടെ അധികം കൾട്ടിവേറ്റ് ചെയ്യാറില്ല മാത്രം. മില്ലറ്റ്സ് ഗ്രോ ഇൻ എ ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ്. മില്ലറ്റ്സ് എപ്പോഴും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന നല്ല ചൂടുള്ള അധികം വെള്ളം ലഭിക്കാത്ത, മഴ ലഭിക്കാത്ത ക്ലൈമറ്റുകളിലാണ് മില്ലറ്റ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. The millet producing states in India are Rajasthan, Gujarat, Karnataka, Bihar, Telangana and Andhra Pradesh. ഈ പറയുന്ന സ്റ്റേറ്റുകളിലാണ് മില്ലറ്റ്സ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്തു വരുന്നത്. Pulses includes lentils such as moong, masoor, arar and gram are widely known in the states of Uttar Pradesh, Maharashtra, Madhya Pradesh and Tamil Nadu. പൾസസ് സാധാരണ അതിനെ മൂങ്ങ്, മസൂർ, ആറാർ, ഗ്രാം ഇതൊക്കെയാണ് സാധാരണ പൾസസ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. മൂങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ചെറുപയർ, ഗ്രാം ചെറുപയർ, അങ്ങനത്തെ ചില പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുന്നത്. ഇത് വൈഡലി കണ്ടുവരുന്ന സ്റ്റേറ്റുകളാണ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാടു അതൊക്കെ. ഇന്ത്യ ഈസ് എ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് പൾസസ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യം. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം രാജ്യത്താണ്, നമ്മുടെ ഇന്ത്യയിലാണ്. നെക്സ്റ്റ് ഈസ് ക്യാഷ് ക്രോപ്സ് ഓഫ് ഇന്ത്യ. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫുഡ് ക്രോപ്സ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അതായത് നമുക്ക് മെയിനായിട്ടുള്ള ഫുഡ് ക്രോപ്സ് ഏതൊക്കെയായിരുന്നു, ലൈക്ക് റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, പൾസസ്. നമുക്ക് ഫുഡിന് ആവശ്യമായിട്ടുള്ള ക്രോപ്സിനെയാണ് ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാഷ് ക്രോപ്സ് ഓഫ് ഇന്ത്യയാണ്. ക്യാഷ് ക്രോപ്സ് മെയിൻലി നമുക്ക് ക്യാഷിന് വേണ്ടിയിട്ട്, അതായത് എന്തെങ്കിലും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ജൂട്ട്. Jute is a major cash crop of India. It grows well in a hot and wet climate. ഒരു മേജറായിട്ടുള്ള ക്യാഷ് ക്രോപ്പാണ് ജൂട്ട്. അത് എവിടെ വളരുക? അത് ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റ്, അതായത് നല്ല ചൂടുള്ള അതുപോലെ വെറ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ആണ് ജൂട്ട് വളരുക. West Bengal is the largest producer of jute, while other jute producing states includes Odisha, Assam and Bihar. ഏറ്റവും കൂടുതൽ ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല, ചില അതർ സ്റ്റേറ്റ്സ് ലൈക്ക് ഒഡീഷ ആൻഡ് ആസാം, ബീഹാർ, ഒഡീഷ, ആസാം ആൻഡ് ബീഹാർ, ഇവിടെയും കൂടി നമ്മൾ ജൂട്ട് കൾട്ടിവേഷൻ കാണുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടും ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളാണ്. ജൂട്ട് ഫൈബർ ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ആസ് റോ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ബാഗ്സ്, കാർപ്പറ്റ്സ് ആൻഡ് റോബ്സ്. ജൂട്ട് നമ്മൾ ഏതൊക്കെ ഇൻഡസ്ട്രീസിലേക്കാണ് അത് ആവശ്യം എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് ബാഗ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കൂൾ ബാഗ്സ്, ക്യാരി ബാഗ്സ്, അതേപോലെ ട്രാവൽ ബാഗ്സ്, ഇങ്ങനെ ബാഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് അത് വളരെയധികം അത്യാവശ്യമുള്ളതാണ്. അതുപോലെ കാർപ്പറ്റ്സ്, നമ്മൾ നിലത്തൊക്കെ ഇടുന്ന മാറ്റുകൾ, കാർപ്പറ്റുകൾ, ഇതിലേക്കൊക്കെ ക്യാഷ് ക്രോപ്സ്, ജൂട്ട് ആസ് എ ക്യാഷ് ക്രോപ്പ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ റോപ്പ് ഉണ്ടാക്കാൻ, റോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയർ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജൂട്ട് നമ്മൾ ഒരുപാട് ആവശ്യമുള്ളതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജൂട്ട് ഒരു ക്യാഷ് ക്രോപ്പായത് ഇന്ത്യയിൽ, ഒരു മേജർ ക്യാഷ് ക്രോപ്പാണ് ഇന്ത്യയിലെ. ഓക്കെ, നെക്സ്റ്റ് ക്യാഷ് ക്രോപ്പ് ഓഫ് ഇന്ത്യ, ഓയിൽ സീഡ്. Oilseed consists of seeds such as sesame, mustard, groundnut, linseed, and sunflower. They grow well in a warm and moist climate. ഇത് ഓയിൽ സീഡ് എന്ന് പറയുന്ന
സീസെയിമിൻ്റെ ഒക്കെ സീഡിനെയാണ്. സീസെയിം, മസ്റ്റാർഡ് ഓയിലൊക്കെ നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലാണ് സീസെയിം ഓയിൽ. ഗ്രൗണ്ട് നട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ മിക്ക വീടുകളിലും സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ലൈക്ക് ചിക്കൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സൺഫ്ലവർ ഓയിലൊക്കെ. ദേ ഗ്രോ വെൽ ഇൻ എ വാം ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ്. അത് മെയിനായിട്ട് വളരുന്നത് വാം ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റിലാണ്. ദ വെജിറ്റബിൾ ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദീസ് സീഡ്സ് ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ് വെജിറ്റബിൾ ഓയിൽസ്. ഈ വെജിറ്റബിൾ ഓയിലും ഇതേപോലെ തന്നെ ഒരു ഓയിൽ സീഡിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. മധ്യപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര ആർ ദ മേജർ ഓയിൽ സീഡ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യയിലെ ഓയിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകൾ. Sugarcane. Sugarcane is an important cash crop. Is used all over the world for making sugar and jaggery. India is the largest producer of sugarcane in the world. Sugarcane നമുക്ക് കൂടുതലായിട്ട് ശർക്കര, അതേപോലെ പഞ്ചസാര ഇതൊക്കെ ഉണ്ടാക്കാൻ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഷുഗർ കെയിൻ. നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഷുഗറൊക്കെ നമ്മൾ വളരെ ഡെയിലി ലൈഫിലൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ശർക്കര ഇതൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ കെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഉള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷുഗർ കെയിനാണ്. ഇന്ത്യയാണ് അതിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഷുഗർ കെയിനിൻ്റെ. വേൾഡിൽ തന്നെ ഫസ്റ്റ് നിൽക്കുന്നത് ഷുഗർ കെയിൻ പ്രൊഡ്യൂസറിൽ ഇന്ത്യയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഷുഗർ കെയിൻ റിക്വയർസ് എ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ടു ഗ്രോ. അത് ഷുഗർ കെയിനിനെ വളരെ ചൂടുള്ള ഒരു ക്ലൈമറ്റ് വേണം ഗ്രോ ചെയ്യാനായിട്ട്. അതുപോലെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റ്. ഉത്തർപ്രദേശ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ കെയിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഇറ്റ് ഈസ് ആൾസോ ഗ്രോൺ ഇൻ മഹാരാഷ്ട്ര, ബീഹാർ, പഞ്ചാബ്, ഹരിയാന ആൻഡ് തമിഴ്നാടു. ഈ പറയുന്ന സ്റ്റേറ്റുകളിലും ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. Sugarcane cultivation requires a large quantity of water. Since it is a cash crop, farmers are growing sugarcane even in dry parts of country, which is depleting the groundwater table. ഒരു മെയിനായിട്ടുള്ള പ്രശ്നം ഷുഗർ കെയിൻ കൾട്ടിവേഷൻ്റെ അതിൽ കൂടുതൽ വെള്ളം ആവശ്യമുണ്ട് അത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പല സൈഡുകളും ഇതൊരു ക്യാഷ് ക്രോപ്പ് ആയതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് ഇന്ത്യയുടെ പല ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടി ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലഭ്യത കുറയാൻ ഒരു കാരണമാകുന്നുണ്ട് ഈ ഷുഗർ കെയിൻ്റെ കൾട്ടിവേഷൻ. നെക്സ്റ്റ് ക്യാഷ് ക്രോപ്പാണ് കോട്ടൺ. Cotton is used widely in India in the textile industry to make clothes. This fiber crop grows well in black soil. കോട്ടൺ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ്. അതായത് നമ്മുടെ ഡ്രസ്സുകൾ, അതുപോലെ ഷർട്ട്, പാൻസ്, സോക്സ് ഇതൊക്കെ മെയിനായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് കോട്ടൺ വഴിയാണ്. സോ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് മേക്ക് ചെയ്യാനുള്ള ഇൻഡസ്ട്രി. ദിസ് ഫൈബർ ക്രോപ്പ് ഗ്രോസ് വെൽ ഇൻ ബ്ലാക്ക് സോയിൽ. ഈ ഒരു ക്രോപ്പ് ഈ കോട്ടൺ എന്ന് പറഞ്ഞ ഈ ക്രോപ്പ് ബ്ലാക്ക് സോയിലാണ് വളരുള്ളൂ. അപ്പോൾ ബ്ലാക്ക് സോയിലിൻ്റെ ലഭ്യത വളരെയധികം കൂടുതലായിട്ടുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, മധ്യപ്രദേശ് ആൻഡ് പഞ്ചാബ് ആർ ദ മേജർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് കോട്ടൺ. ഈ പറയുന്ന സ്റ്റേറ്റുകളാണ് കോട്ടൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. Next cash crop is tea. Tea is a popular beverage was introduced in India by the British. India is one of the largest producers of tea in the world. Tea requires a hot and wet climate.
ഇന്ത്യയിലെ ഈ ടീ ഉൽപ്പാദനം കൂടുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ബ്രിട്ടീഷാണ് ഈ ഒരു ടീ കൾട്ടിവേഷൻ ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ് ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് ടീയുടെ. ടീ സാധാരണ ക്ലൈമറ്റിൽ വളരില്ല, ഹോട്ട് ആൻഡ് വെറ്റ് ക്ലൈമറ്റിലാണ് ടീ വളരുകയുള്ളൂ. ഇറ്റ് ഗ്രോസ് വെൽ ഇൻ മൗണ്ടൻ സോയിൽ. അത് മൗണ്ടൻ സോയിലാണ് വളരുക. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൂന്നാർ, അതുപോലെ വയനാട് എന്നീ സ്ഥലങ്ങളിൽ, അതായത് ഒരു മൗണ്ടൻ ഏരിയയിലാണ് നമ്മളിവിടെ കേരളത്തിലൊക്കെ ടീ ഉൽപ്പാദനം കാണപ്പെടുന്നത്. ടീ ഗാർഡൻസ് ആർ നോൺ ആസ് പ്ലാന്റേഷൻസ്. അതിന് സാധാരണ പറയുന്നത് പ്ലാന്റേഷൻ എന്നാണ് ഈ ടീ ഗാർഡൻസിനെ. ആസാം ഹാസ് എ ലാർജ് ഏരിയ ഓഫ് ലാൻഡ് അണ്ടർ ടീ പ്ലാന്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടീ പ്ലാന്റേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആസാമാണ്. ടീ ഈസ് ആൾസോ ഗ്രോൺ ഇൻ പാർട്സ് ഓഫ് വെസ്റ്റ് ബംഗാൾ ആൻഡ് നീൽഗിരി ഹിൽസ് ഇൻ ദ സൗത്ത്. വെസ്റ്റ് ബംഗാളിലും അതേപോലെ നീൽഗിരി ഹിൽസ്, അവിടെയൊക്കെ ടീ പ്ലാന്റേഷൻ വളരെ കൂടുതലായിട്ട് കാണാം. ഈ നീൽഗിരി ഹിൽസ് എന്ന് പറയുന്നത് ഒന്ന് ഊട്ടി ഊട്ടി, വയനാട്, അതൊക്കെ ആ ഒരു ഭാഗം തന്നെയാണ് നീൽഗിരി ഹിൽസ് എന്ന് പറയുന്നത്. കൂടുതലും ഊട്ടി പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടീ പ്ലാന്റേഷൻ ധാരാളമായിട്ട് കാണാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് കോഫി. Coffee is another beverage crop that grows well in a cool and wet climate. Kerala, Karnataka and Tamil Nadu have large coffee plantation. ടീ പോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കോഫി. നമ്മൾ ഡെയിലി ലൈഫിൽ കോഫി ധാരാളം കുടിക്കുന്നതാണ്. കോഫി കൂടുതലായിട്ട് കണ്ടു വരുന്നത് കൂൾ ആൻഡ് വെറ്റ് ക്ലൈമറ്റിലാണ്. കേരള, കർണാടക, അതുപോലെ തമിഴ്നാടു, ഇതൊക്കെയാണ് ലാർജസ്റ്റ് കോഫി പ്ലാന്റേഷൻസ് ഉള്ള സ്റ്റേറ്റുകൾ. നെക്സ്റ്റ് ഈസ് റബ്ബർ. Rubber is an important cash crop which grows well in a wet and hot climate. Rubber plantations are found in Tamil Nadu, Karnataka and Kerala. റബ്ബർ നമ്മൾ ഒരു ക്യാഷ് ക്രോപ്പാണ് വിച്ച് വെൽ ഇൻ വെറ്റ് ആൻഡ് ഹോട്ട് ക്ലൈമറ്റിൽ, അതായത് കൂടുതലും ഹോട്ട് ക്ലൈമറ്റിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റേഷനാണ് റബ്ബർ. റബ്ബർ പ്ലാന്റേഷൻ സാധാരണ കണ്ടുവരുന്ന സ്റ്റേറ്റുകൾ തമിഴ്നാട്, കർണാടക ആൻഡ് കേരള ആണ്. Latex is collected from the rubber tree and sent to factories to make rubber products such as tires and tubes. ലാറ്റക്സ് എന്ന് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ റബ്ബർ പാൽ എന്ന് പറയും. അത് നമ്മൾ റബ്ബർ ട്രീന്ന് കട്ട് ചെയ്തിട്ട്, നമ്മൾ ട്രീയുടെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് അതിൻ്റെ സൈഡിൽ വല്ല എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഈ ലാറ്റക്സ് നമ്മൾ കളക്ട് ചെയ്യും. ഈ ലാറ്റക്സ് ആണ് നമ്മൾ റബ്ബർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ, അതായത് ടയേഴ്സ്, ട്യൂബ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്യാഷ് ക്രോപ്പാണ് സ്പൈസസ്. Spices are a major cash crop for many states of India. These include pepper, cinnamon, clove, ginger, cardamom, chilies, and turmeric. Each spice requires different climatic conditions, but generally a warm and humid climate is required to grow most spices. These spices like pepper, cinnamon, clove, ginger, turmeric, ഇതൊക്കെയാണ് സാധാരണ ഇന്ത്യയിൽ കണ്ടുവരുന്ന സ്പൈസസ്. ഈ സ്പൈസസ് വളരുന്നുണ്ടെങ്കിൽ അത് ഒരു വാമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡായിട്ടുള്ള ക്ലൈമറ്റിലാണ് ഇത് വളരുക. സ്പൈസസ് ആർ നോൺ ഇൻ സ്റ്റേറ്റ്സ് ലൈങ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ്, നെയിംലി കേരള ആൻഡ് കർണാടക. മെയിനായിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകൾ സ്പൈസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരള ആൻഡ് കർണാടകയാണ്. ചില്ലീസ് ആർ ഗ്രോൺ ഇൻ രാജസ്ഥാൻ, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. ചില്ലീസ്, അതായത് മുളക്, കൂടുതലും കണ്ടുവരുന്നത് രാജസ്ഥാൻ, അതുപോലെ തെലങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലാണ്. ഇന്ത്യ ഈസ് നോൺ ഓൾ ഓവർ ദ വേൾഡ് ഫോർ ഇറ്റ് സ്പൈസസ്, എസ്പെഷ്യലി കാർഡമൻ. ഇന്ത്യ വളരെ ഒരു നല്ലൊരു പ്രൊഡ്യൂസറാണ് ഇനി വേൾഡ് വൈഡ് ഫോർ കാർഡമനായിട്ട്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റോൾ ഓഫ് ഫാർമേഴ്സ് ആണ്. Farmers play an important role in growing the crops and perform the following steps.
plough the land to make it ready for planting. ഒരു മെയിനായിട്ടുള്ള റോളാണ് നമുക്ക് ലാൻഡ് പ്ലാന്റിങ്ങിനായിട്ട് പാകപ്പെടുത്തുക എന്നുള്ളത്. ചിലപ്പോൾ ട്രാക്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിലുള്ള ലൈക്ക് കൈക്കോട്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലാൻഡ് നന്നായിട്ട് പ്ലഫ് ചെയ്യുക പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട്. അത് ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്. Next is sow seeds carefully to ensure that seeds are placed with the right depth in the soil. നമ്മൾ ഓരോ സീഡ് വയ്ക്കുന്ന സമയത്തും സോയിലിൽ കറക്റ്റ് ഡെപ്തിലായിരിക്കണം വയ്ക്കുന്നത്. അതല്ലെങ്കിൽ സീഡ് പ്രോപ്പറായിട്ട് ഒരു പ്ലാന്റ് ആവാൻ ആവണമെന്നില്ല. സോ അത് നമ്മുടെ കൾട്ടിവേഷനെ ബാധിക്കും. അതുകൊണ്ട് റൈറ്റ് ഡെപ്തിൽ തന്നെ സോയിലിൽ അത് പ്ലാന്റ് ചെയ്യാനായിട്ട്, ഈ സീഡ് റൈറ്റ് ഡെപ്തിൽ തന്നെ സോയിലിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് ടൈംലി പ്രൊവൈഡ് വാട്ടർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ടു ക്രോപ്സ്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ക്രോപ്സിന് വെള്ളവും അതുപോലെ ബാക്കിയുള്ള വളങ്ങളും നൽകേണ്ടതായിട്ടുണ്ട്. വളങ്ങളൊക്കെ കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് കിട്ടാൻ പ്ലാന്റ്സിന് നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഫെർട്ടിലൈസേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ കറക്റ്റായിരിക്കണം. മോണിറ്റർ ദ ക്രോപ്സ് ബൈ എൻഷുറിങ് ദേ ഗെറ്റ് റൈറ്റ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ്. നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. സൺലൈറ്റ് ശരിക്കും കിട്ടത്തക്ക വിധത്തിലുള്ള പ്ലാന്റിങ്. മോസ്റ്റ്ലി എല്ലാ പ്ലാന്റ്സും സൺലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് സൺലൈറ്റ് ശരിക്കും കിട്ടുന്ന രീതിയിൽ ഉള്ള സ്ഥലത്ത് തന്നെ പ്ലാന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് ഈ സൺലൈറ്റ് ത്രൂ കിട്ടത്തുള്ളൂ. അടുത്ത് വരുന്നത് കെയർഫുള്ളി ഹാർവെസ്റ്റ് ദ ക്രോപ്സ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ക്രോപ്സും പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു ഫാർമർ ഈ ക്രോപ്സൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. The above steps involve a lot of hard work and physical strength. Farmers have to often work the entire day in the sun to look after the crops. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഫാർമറിനെ വർക്ക് ചെയ്യാനായിട്ട്. ലോട്ട് ഓഫ് ഫിസിക്കൽ സ്ട്രെങ്ത്, അതുപോലെ ഭയങ്കര ഹാർഡ് വർക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടതായിട്ടുണ്ട്. ഫാമേഴ്സ് സാധാരണ എൻറ്റയർ ഡേ ഇൻ ദ സൺ, അതുപോലെ ഒരു ഫുൾ ഡേ ഒക്കെ ചിലപ്പോൾ ഇതിൽ വളരെ ബുദ്ധിമുട്ടി തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. Therefore, it is important for us to value the hard work and the role played by farmers in the food production. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു റോള് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓൾവേസ് നമ്മളൊരു ഫാർമേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ റോൾ ഓഫ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് festivals and agriculture in India. In India, we have festivals to celebrate different steps of farming, such as planting and harvesting crops. നമ്മൾ ഇന്ത്യയിലെ പ്ലാന്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫെസ്റ്റിവൽസ് പോലെ ആഘോഷിക്കാറുണ്ട്. അതിൽ ചില ആഘോഷങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഫെസ്റ്റിവൽസ് ഫോർ പ്ലാന്റിംഗ് ക്രോപ്സ്. Baishagi is celebrated in Punjab. It's the start of harvesting and planting new crops. People dance, sing and enjoy food together. മെയിനായിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന പഞ്ചാബിലാണ്. ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തും പ്ലാന്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബൈശാഖി നമ്മൾ ഡാൻസ് ചെയ്തിട്ടും സിങ് ചെയ്തിട്ടും ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട്. Next is Pongal. In Tamil Nadu, people pray and thank the sun god for crops. A special dish is cooked using new rice called Pongal. ഇത് സാധാരണയായിട്ട് തമിഴ്നാട്ടിലാണ് ആഘോഷിക്കാറ്. ഈ ദിവസം പീപ്പിൾ പ്രേ, അവരെ പ്രാർത്ഥിക്കും. അതുപോലെ സൺ ഗോഡിനെ, സൂര്യനെ പ്രാർത്ഥിക്കും നല്ല ക്രോപ്സ് കിട്ടാനായിട്ട്. അതുപോലെ സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കും.
അതിൻ്റെ ഒരു പേരാണ് പൊങ്കൽ. റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് അത്. ഓക്കെ, നെക്സ്റ്റ് ഫെസ്റ്റിവൽസ് ഫോർ കളക്ടിങ് ക്രോപ്സ്. ഇത് ക്രോപ്സ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കുന്ന ചില ഫെസ്റ്റിവൽസാണ്. ഫസ്റ്റ് വൺ ഈസ് മകർ സംക്രാന്തി. ദിസ് ഫെസ്റ്റിവൽ ഇൻ ജനുവരി ഈസ് റിലേറ്റഡ് ടു ഹാർവെസ്റ്റിംഗ് വിൻ്റർ ക്രോപ്സ്. പീപ്പിൾ ഫ്ലൈ കൈറ്റ്സ് ആൻഡ് ഹാവ് ഫൺ. സാധാരണയായിട്ട് ഇത് ജനുവരിയിലാണ് ഉണ്ടാവാറ്. ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ഉണ്ടാവാറ്. പീപ്പിൾ ഫ്ലൈ കൈറ്റ്സ്. ഈ ദിവസമാണ് എല്ലാവരും കൈറ്റ്സ് ഒക്കെ പട്ടം പറത്തുന്ന ദിവസങ്ങളാണിത്. സെക്കൻഡ് വൺ ഈസ് ഓണം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ കേരള വിത്ത് pretty flowers carpet, boat races, graceful food. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ ഉള്ള ഒരു ഫെസ്റ്റിവലാണ്. നമ്മൾ അതിൽ വള്ളംകളി, അതേപോലെ അത്തപ്പൂക്കളം, ബോട്ട് റേസസ്, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നീ കളികളൊക്കെ സാധാരണ നമ്മൾ ഈ ഓണത്തിന് കളിക്കുന്ന കളികളാണ്. നെക്സ്റ്റ് വൺ ഈസ് ലോറി. ലോറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പഞ്ചാബിലാണ്. Celebrated in Punjab during the winter crops are fully grown. വിൻ്ററിലാണ് അത്. ഓൾമോസ്റ്റ് ആ ടൈമിൽ ക്രോപ്സ് ഒക്കെ ഫുള്ളി ഗ്രോൺ ആയിട്ടുണ്ടാകും. പീപ്പിൾ ഗേദർ അറൗണ്ട് ഫയർ, സിങ് ആൻഡ് ഹോപ്പ് ഫോർ ഗുഡ് ക്രോപ്സ്. ഈ ദിവസങ്ങളിൽ പീപ്പിൾ ഗേദർ ചെയ്യും, പാട്ട് പാടാനും അതേപോലെ ക്യാമ്പ് ഫയർ പോലത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഗുഡ് ക്രോപ്സ് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെയാണ് നമ്മൾ ലോറി ആഘോഷിക്കുന്നത്. All these festivals connect farming and people by bringing them together in thanking and valuing the natural gifts. ഇത് സാധാരണ നമ്മൾ എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ നാച്ചറിനോട് ഒരു താങ്ക്ഫുൾ പറയാനാണ്. കാരണം കൂടുതൽ വിളകൾ കിട്ടാനും അതുപോലെ കൂടുതൽ ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നാച്ചറിനെ ഒന്ന് പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ നാച്ചറിനോടൊരു താങ്ക്ഫുൾനെസ് നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയിക്കാനോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഫെസ്റ്റിവൽസ് കൊണ്ടാടുന്നത്. നെക്സ്റ്റ് ഈസ് livestock rearing. Farmers generally rear cattle and other animals such as sheep, goats, camel, hens and ducks along with farming. This is known as livestock rearing or cattle farming. സാധാരണയായി ഫാമേഴ്സ് അവരുടെ കാറ്റിൽസിനെ, അതായത് ഷീപ്പ്, ഗോട്ട്, ഹെന്ന്, ഡക്ക്, ഇതിനൊക്കെ നമ്മൾ ഫാം ചെയ്യാറുണ്ട് ഫോർ അവരുടെ ബെനിഫിറ്റിനായി, ലൈക്ക് അവരുടെ ജീവിതമാർഗമായിട്ട്. അതിനെയാണ് നമ്മൾ ലൈവ് സ്റ്റോക്ക് റിയറിങ് അല്ലെങ്കിൽ കാറ്റിൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഡയറി ഫാമേഴ്സ് rear cattle to supply milk to the people. ഡയറി ഫാമേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ഇതേപോലത്തെ കാറ്റിൽസിനൊക്കെ വളർത്തിയിട്ട് ആ മിൽക്ക് സപ്ലൈ ചെയ്യും ജനങ്ങൾക്ക്. അങ്ങനെ അവർക്കൊരു വരുമാന മാർഗം കിട്ടും. Some animals such as bullocks are used to draw water from wells for irrigation and to plough fields. ചില animals like bullocks, കാളകൾ, അവർ വെള്ളം കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇറിഗേഷൻ പർപ്പസിന്, അതായത് കൃഷി ആവശ്യത്തിന് അവർ പ്ലഫ് ചെയ്യാൻ വേണ്ടി, അതായത് ലാൻഡൊക്കെ പ്ലഫ് ചെയ്യാനും കൃഷി ആവശ്യത്തിനും ലാൻഡ് കൾട്ടിവേഷനെ അനുയോജ്യമാക്കുന്നതാണ് പ്ലഫ് എന്ന് പറയുന്നത്. അതിനും ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഈ ആനിമൽസ് ലൈക്ക് ബുള്ളക്സ് അവർ വെള്ളം കിണറിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് അവരെ ഉപയോഗപ്പെടുത്തും. ഫാമേഴ്സ് യൂസ് animals like bullocks, horses and camels for traveling and transporting goods. അവർ ഈ ആനിമൽസിനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ പുറത്ത് ഈ ഗുഡ്സൊക്കെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ കഴുത്തപ്പുറത്തൊക്കെ സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. സോ അതൊരു ഭയങ്കര ചീപ്പസ്റ്റ് മാർഗമായതുകൊണ്ടാണ് ജനങ്ങളിപ്പം ചില സ്ഥലങ്ങളിൽ ഒക്കെ അത് യൂസ് ചെയ്യുന്നത്.
Animals are also reared to give eggs, meat and milk. നമുക്ക് ഈ അനിമൽസിൻ്റെ അടുത്തുനിന്ന് എഗ്ഗ് കിട്ടും, അതുപോലെ മീറ്റ് കിട്ടും, മിൽക്ക് കിട്ടും. ഇതൊക്കെ അവർക്ക് വേറെ ആൾക്കാർക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ബീസ് ആർ റിയർ ഫോർ ഹണി. ബീസ് ഹണി ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ബീസ് നിന്ന് കിട്ടും. അതുപോലെ ഫാമേഴ്സ് ഇൻ ദ നോർത്തേൺ മൗണ്ടൻ ആൻഡ് നോർത്തേൺ പ്ലെയിൻസ് പ്രാക്ടീസ് ലൈഫ് സ്റ്റോക്ക് റിയറിങ്. മെയിനായിട്ട് ഫാമേഴ്സ് നോർത്തേൺ മൗണ്ടൻ സൈഡിലും നോർത്തേൺ പ്ലെയിൻ സൈഡിലൊക്കെ ഉള്ളവരാണ് ലൈഫ് സ്റ്റോക്ക് റിയറിങ് ചെയ്യുന്നത്. അടുത്തത് ഫിഷിംഗ്. Fishing is one of the main occupation of the people living in the coastal areas. People in West Bengal, Odisha, Maharashtra, Gujarat and Kerala supply fish to the entire country. ഫിഷിംഗ് സാധാരണയായിട്ട് ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് സീയുടെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, കടലിനൊക്കെ അടുത്തുള്ള ജീവിക്കുന്ന ആൾക്കാരെയാണ് കോസ്റ്റൽ ഏരിയ. കടൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയാസ്. കോസ്റ്റൽ ഏരിയാസിൻ്റെ അടുത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഫിഷിംഗ് ചെയ്യുന്നത്. പീപ്പിൾ ഇൻ വെസ്റ്റ് ബംഗാൾ, അതായത് വെസ്റ്റ് ബംഗാളിലെ, ഒഡീഷയിലെ, മഹാരാഷ്ട്രയിലെ, ഗുജറാത്തിലെ, കേരളത്തിലെ ഇതിലൊക്കെയാണ് മെയിനായിട്ട് ഫിഷ് ഉള്ള സ്റ്റേറ്റ്സ്. ഇവിടുന്നൊക്കെയാണ് ഇന്ത്യയുടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക് ഫിഷ് സപ്ലൈ ചെയ്യുന്നത്.